വിവാഹം. നമ്മൾ പല ആളുകളും വിചാരിക്കും ഇതൊക്കെ ഒരു നേരം പോക്കിനാണെന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ് ഈ വിവാഹം, കല്യാണം, മംഗലം എന്നൊക്കെ പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളിലൂടെ ഉണ്ടാകുന്ന മക്കളിൽ പോലും അത് സ്വാധീനിക്കും. ഇന്ന് ലവ് മാരേജ്, സ്നേഹവിവാഹം എന്നൊക്കെ പറയുന്നത് അധികരിച്ച് വരുന്നൊരു കാലഘട്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്യ പെണ്ണിനോട് അല്ലെങ്കിൽ അന്യ പെണ്ണ് അന്യ പുരുഷനോട് സംസാരിക്കൽ ഹറാമാണ് എന്ന് അറിയാത്ത ആരുമില്ല. എന്നിട്ടും ഈ ഹറാമ് പലവട്ടമായി ചെയ്ത് അവസാനം അവർ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ അവരെ മക്കളിൽ അത് സ്വാധീനിക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ഹദീസ്, പല ഹദീസുകളും തങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും എന്താണ് വിവാഹം എന്നുള്ളത്. എന്നാൽ പ്രധാനമായും 2 ഹദീസ്, മുത്തവാത്തിറായ ഹദീസ്, സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും കാണാൻ പറ്റുന്ന ഹദീസ്. ഇത് മനസ്സിലെത്തി കേൾക്കണം. എന്താണ് വിവാഹം, എന്തിനാണ് വിവാഹം, എങ്ങനെയായിരിക്കണം വിവാഹം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തങ്ങളുടെ ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാമത്തെ ഹദീസ്, തുൻകഹുൽ മർഅതു ലിഅർബ, 4 കാര്യത്തിനാണ് ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യപ്പെടുക. ലിമാലിഹ, ഒന്നോളം മുതൽ ആഗ്രഹിച്ചിട്ട്. അല്ലേ, നമ്മളിൽ നിന്ന് പല ആളുകളും പറയാറുണ്ടല്ലോ, നല്ല മുതലുള്ള പെണ്ണ് കുടുംബത്തിൽ നിന്ന് വേണം, നല്ല സമ്പാദ്യം കിട്ടുന്ന കല്യാണമാവണം അല്ലെങ്കിൽ കുടുംബമാവണം എന്നൊക്കെ. അപ്പോൾ ഈ മാലിന് വേണ്ടിയിട്ട് വിവാഹം ചെയ്യാം. രണ്ടാമത് ലിഹസബിഹ, അവളുടെ കുടുംബം നോക്കിയിട്ട്. അതായത് അവളുടെ വല്യപ്പ വലിയ ആളാണ്, അവളുടെ വല്യപ്പ പേര് കേട്ടൊരു പ്രമാണിയാണ്, അതുകൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിക്കുന്നു എന്നുള്ള തരത്തിൽ നമ്മൾ കാണാറുണ്ട്. മൂന്നാമത്തേതാണ് ഏറ്റവും അധികം നമ്മുടെ കാലഘട്ടത്തിൽ നോക്കാറും തിരഞ്ഞെടുക്കാറുമുള്ള വിഷയം, ലിജമാലിഹ, അവളുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട്, സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം ചെയ്യുക. നാലാമതായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ലിദീനിഹ, അവളുടെ ദീന നോക്കിയിട്ട്. ഇവിടെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളും അത് നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഒന്ന് മാല്, അല്ലെ, സമ്പത്ത് നോക്കിയിട്ട് വിവാഹം ചെയ്യുകയാണെങ്കിൽ അവക്ക് സമ്പാദ്യം, നിക്കാഹ് കഴിക്കുന്ന സമയത്ത്, കല്യാണം കഴിക്കുന്ന സമയത്ത് സമ്പത്തുണ്ടാകും, എന്നാൽ അത് നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുള്ളതാണ്. രണ്ടാമത്തെ ഹസബിഹ, അവളുടെ കുടുംബം നോക്കിയിട്ട്, അവളുടെ വല്യുപ്പയോ അല്ലെങ്കിൽ അവരുടെ കുടുംബം നന്നായി എന്ന് വിചാരിച്ചിട്ട് അവൾ അല്ലെങ്കിൽ അവൻ നന്നാവണമെന്നില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തതും നഷ്ടപ്പെട്ടു പോവാം, ഇല്ലാതായി പോകാമെന്ന് പറയുന്നത്. മൂന്നാമത് ലിജമാലിഹ, അവളുടെ സൗന്ദര്യം നോക്കി നിങ്ങൾ എടുത്താൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഈ സാധനത്തിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഏതൊരു രസമുള്ള ഭംഗിയുള്ള സാധനത്തിനെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനോടുള്ള താല്പര്യം കുറഞ്ഞു പോകില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നിരന്തരമായ ഒരു വസ്തുവിനെ കാണുമ്പോൾ അതിനോടുള്ള താല്പര്യം കുറഞ്ഞു വരും. അപ്പോൾ ഒരു സൗന്ദര്യം നോക്കിയിട്ടാണ് വിവാഹം ചെയ്യുന്നതെങ്കിൽ അതും നഷ്ടപ്പെട്ടു പോവാം. എന്നാൽ ലിദീനിഹ, അവരുടെ ദീന നോക്കിയിട്ടാണ് എടുക്കുന്നത് എങ്കിൽ അത് നഷ്ടപ്പെടാനില്ല. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പിന്നെ പറയുന്നത്, ഫദ്ഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്, നിങ്ങൾ ദീന നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും എന്ന് അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിവാഹം കഴിക്കുമ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ദീനിനാണ്. ഏതൊരു വസ്തുവും നഷ്ടപ്പെട്ടു പോകും. അതിനു മുമ്പ്, അതായത് എപ്പോഴും നിലനിൽക്കുന്ന കാര്യം അതിനെ ആയിരിക്കണം, അതല്ല ബുദ്ധിമാന്മാർ ചെയ്യുക, എപ്പോഴും നിലനിൽക്കുന്ന കാര്യത്തിന് നമ്മൾ തിരഞ്ഞെടുക്കും. രണ്ടാമത്തെ ഹദീസ്